ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ചിതശ്രമം നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളുമൊന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയുമോരോ കൂട്ടമേ, വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് വേണം വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുക. ആ അവസരത്തിൽ ഗുരു തൻ്റെ ശിഷ്യനോട് പറഞ്ഞു, എല്ലാമാം ആകുന്നത് ചെയ്താലും അടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. അങ്ങനെ ശ്രീരാമചന്ദ്രൻ ജ്വലിച്ച തേജസ്സോടുകൂടി ആ വില്ലെടുത്ത് ആ വില്ലു കുലച്ച് ആ വില്ലു വലിച്ചതേയുള്ളൂ. വലിയൊരു ശബ്ദത്തോടു കൂടിയിട്ട് ആ വില്ല് രണ്ടായി ഒടിഞ്ഞു.